ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പരീക്ഷകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. സോ കുറച്ചധികം പോസ്റ്റുകൾക്ക് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ കാത്തിരിക്കുകയും ചെയ്യരുത്. ചിലപ്പം വെബ്സൈറ്റ് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ പേരൊക്കെ കയറുന്ന സമയത്ത് വെബ്സൈറ്റ് സാധാരണ ഡൗൺ ആവാറുണ്ട്. കേരള PSCയുടെ വെബ്സൈറ്റ് നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വേഗത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തിടണം നിർബന്ധമായിട്ടും. സോ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ തുടങ്ങിയാലോ? യെസ്. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 67/2024 ഇത് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാണ് കേട്ടോ. സിസ്റ്റം അനലിസ്റ്റ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു BTech യോഗ്യത മാത്രമുള്ള അല്ലെങ്കിൽ ഒരു MTech യോഗ്യതയുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുക. BTech BE പഠിച്ചവർക്കാണ്. നിങ്ങൾ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുന്ന സമയത്ത് അവരെന്ത് കാണിക്കും? യെസ്, ഇതേപോലെ ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. ഇതിപ്പോൾ എൻ്റെ കേസിൽ ഇൻഎലിജിബിൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ MCA ആൻഡ് 36 മന്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ദെൻ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ച് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പം IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവല്ലേ. യെസ്. അപ്പം ആ പറയുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേരള PSCയുടെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് കിട്ടും. ആ ഡോക്യുമെൻറ്റിൽ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങിക്കുക. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ദെൻ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. MSc അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വേണം. ഇലക്ട്രിക്കലും കമ്പ്യൂട്ടർ സയൻസും ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ഞാൻ എടുത്തത് 70/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അവിടെയും ഇൻഎലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. ഇൻഎലിജിബിൾ കണ്ടിട്ട് അവിടെ നിർത്തി പോകരുത്. എന്താ ചെയ്യുക? വൈ ഐ ആം ഇൻഎലിജിബിൾ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ പുതുതായിട്ട് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം അറിയാത്ത ഇഷ്യൂ വരാറുണ്ട്. നമുക്ക് പലപ്പോഴും കമൻസിലൊക്കെ കാണാറുണ്ട്, സാർ ഇൻഎലിജിബിളാണ് കാണിക്കുന്നത്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? വൈ ഐ ആം ഇൻഎലിജിബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ റീസൺ കാണിക്കും. എന്താണ്? ഈ പറയുന്ന പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ BE ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പഠിച്ചത് എന്താണ്? ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ EEE എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻ BTech അല്ലേ. BTech ഇൻ ഇലക്ട്രിക്കലിന് ഈക്വലൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് BTech ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ചും സിലബസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് എന്നുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ 70/2024 കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലേ. 71/2024 അവിടെ നോക്കുമ്പോഴും എന്താണ്? ഇൻഎലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? നോക്കിയാലോ. നമ്മൾ ചെയ്യേണ്ടത് വൈ ഐ ആം ഇൻഎലിജിബിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്? കാരണം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ് അല്ലേ. ഈ പറയുന്ന പോസ്റ്റിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ നമുക്കറിയാം BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇറ്റ് ഈസ് ഈക്വലൻ ടു BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഇപ്പം BTech EEE പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക?
അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. താഴെയുള്ളതൊന്നും നോക്കണ്ട. BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ചൂസ് ചെയ്യരുത്, മുകളിലുള്ളത് തന്നെ ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാനിപ്പോൾ ഈ നിലവിൽ 2 പരീക്ഷകൾക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 സ്ഥലത്തും അപ്ലൈഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സപ്പോസ് BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും അതേപോലെ 3 വർഷത്തെ ഡാറ്റ അനലിസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഇതുകൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ BTech ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 69/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതുകൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ ഒരു 2 ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA. ഓക്കെ, നോ കാൻഡിഡേറ്റ് അവൈലബിൾ. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രീഷ്യൻ ഈഴവ, തീയ, ബില്ലവ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയവർക്കാണെങ്കിൽ 94/2024 പ്രകാരം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഇലക്ട്രീഷ്യനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് രണ്ടും എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കളയാം. കണ്ടോ? പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. 24 മാസത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇത് യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ITI ITC ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവരായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോളിടെക്നിക് ഡിപ്ലോമ ആണെങ്കിൽ അതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്തരം എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു പരീക്ഷയ്ക്ക് കൂടി വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി വരാനുണ്ട് കേട്ടോ. ഇനിയും വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരാനുണ്ട്. നമുക്കെന്ത് ചെയ്യാം? അത് വരുന്ന മുറയ്ക്ക് നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. വേഗം തന്നെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിടുക. കൃത്യമായിട്ട് പഠിക്കുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കുറേയധികം ഇൻഫർമേഷൻസ് നൽകുന്ന വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ കീപ്പ് ഇൻ ടച്ച്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.